നാളെ എനിക്ക് എക്സാമാണ്. എന്തായാലും ഈ എക്സാം ജയിച്ചേ പറ്റൂ. മുന്നോട്ട് പോകണമെങ്കിൽ എക്സാം എന്തായാലും ജയിക്കണമെന്ന് മനസ്സിലായി. അപ്പം എക്സാം ജയിക്കണേ ഏത് വഴി നമ്മൾ നോക്കണം. അതുകൊണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, സാധാരണ പരീക്ഷകളിൽ രാവിലെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി പേനയൊക്കെ പൂജിച്ച പേനൊക്കെ എന്തോ പവറാണെന്നായിരുന്നു പണ്ടത്തെ ഒരു വിശ്വാസം. അതൊക്കെ ഒരു കാലം. ഞാൻ എൻ്റെ ദൈവങ്ങളെയൊക്കെ വിളിച്ച് പരീക്ഷ എഴുതാൻ പോയി. കാരണം എന്തായാലും ജയിക്കണം. ദൈവമേ കൂടെ നിൽക്കണേ എന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അങ്ങനെ നമ്മുടെ സാറ് കുറച്ച് ഫ്രീക്കനാണ് മോനെ. പുള്ളി സീനാണ്. ജർമ്മൻ സാറ് പുള്ളി അടിപൊളിയാണ് കേട്ടോ. ഹാളെത്തി, എക്സാം ഹാളെത്തിയപ്പോഴാണ് ഞാനൊരു സത്യം അറിയണത്. എക്സാം എഴുതാൻ ഞാൻ മാത്രമുള്ളൂ. ഒറ്റക്ക് എഴുതിയതുകൊണ്ട് കുറച്ച് പേടിച്ചെങ്കിലും ഇന്നലെ പഠിച്ചത് മൊത്തം വന്നുണ്ടായി. അത് കാരണം രക്ഷപ്പെട്ടു. ജയിച്ചു. ഇപ്പൊ തന്നെ ആള് നോക്കി, ഇപ്പൊ തന്നെ അയാളെ റിസൾട്ടും പറഞ്ഞു. സന്തോഷമായി. സ്ലോവേനിയയിൽ വന്നിട്ട് ഫസ്റ്റ് പരീക്ഷ എഴുതിയത് ജയിച്ചു. പക്ഷെ ഇനിയും 5 പരീക്ഷകളുണ്ട്.